കേരള യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സര സംഗമം 2025 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻട്രൽ ഡോക്ടർ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടി ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. ബി ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൽ കലാം സ്വാഗതം പറഞ്ഞു. തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് അത് കുറച്ച് ആദ്യമുള്ള നടപടികൾ കുറച്ച് സ്പീഡിലാക്കി മാഡം കുറച്ച് നേരത്തെ നമ്മളോട് പറയുന്നത് പ്രതീക്ഷിച്ചു. ഇന്ത്യയുടെ നമ്മുടെ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഈ സമ്മേളനം ക്രിസ്മസ് പുതുവത്സര സംഗമത്തിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും വിശിഷ്ടാതിഥികളോടൊപ്പം തന്നെ സ്വാഗതിച്ചു. ശശി തരൂർ സാറ് ഇത് 2ാം തവണയാണ് നമ്മൾ കൂട്ടായ്മ നടത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ വന്നത് 14 വർഷമാവുകയാണ്. 15ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സംഘടന. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ജീവനക്കാർ പെൻഷൻ ജീവനക്കാർ 1,00,000 ജീവന ആർജിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ഇതൊരു സമരസംഘടനയാണ്. കോവിഡ് നാളുകളിൽ സർവകലാശാല ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ കോവിഡ് നാളുകളിൽ പോലും നിരവധി തവണ ഈ മുതിർന്ന പൗരന്മാർക്ക് വെയിലും എല്ലാം നല്ല ചൂടും വെയിലെല്ലാം കൊണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പലതവണ സത്യാഗ്രഹിക്കേണ്ടി വന്നു. ഹലോ, എല്ലാവരും കിട്ടണേ. ഈ കൂട്ടായ്മയ്ക്ക് 1,00,000 രൂപ പ്രത്യേക പുരസ്കാരമായിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ്. ധന്യവാദ നിമിഷം. സജി ചെറിയാനായിരുന്നു അന്ന് വിശിഷ്ടാതിഥിയോട് പങ്കെടുത്തത്. സജി ചെറിയാൻ, ശ്രീ പീതാംബരൻ, ശ്രീ പന്തളം സുധാകരൻ പത്തനാപുരത്തുന്ന ഈ ഗാന്ധി ഭവൻ വെച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത്. നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ വിശിഷ്ടാതിഥിയുടെ അറിവിലേക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ എന്റെ കടലിലേക്ക് കിടക്കുകയാണ്. ശശി തരൂർ സാർ ആണ് ഇതിന്റെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തിരക്കിനിടയിലും ഇവിടെ പങ്കെടുക്കാൻ സന്മനസ് കാണിച്ച അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം പറയുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി ശ്രീധരൻ നായർ,
എല്ലാവരും ആദരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ശ്രീമതി മറിയമ്മ ഉമ്മൻചാണ്ടി, എല്ലായിടത്തും നല്ല വാക്കുകൾ സ്വാഗതം പറഞ്ഞ ശ്രീ അബ്ദുൽ കലാം, ശ്രീ അഹമ്മദ് ഫാസിൽ, ടി സുധീർ, ടി ലക്ഷ്മിക്കുട്ടി, നന്നായി പ്രാർത്ഥന പാടിയ ശ്രീമതി മനോഹരി, ഇരിക്കുന്ന എല്ലാ കേരള യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളെ, ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. 1937 ട്രാവൻകോർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാന്റ്, നിങ്ങളെല്ലാവർക്കും പെൻഷൻ കൊടുക്കാനും എല്ലാവിധത്തെ ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രാന്റ് ഈ പിണറായി സർക്കാർ അതിനെ നിരവധി കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ ജൂറിസ്പ്രുഡൻസിൽ അക്വയർഡ് റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് എല്ലാ വർഷവും കുറെ കാലമായി ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മുടെ അവകാശമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിമാൻഡിംഗ് കൂടി ആവശ്യമില്ല. ഇത് 90 വർഷമായിട്ട് 87 വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിന് പെട്ടെന്ന് സർക്കാർ നിർത്തുന്നത് അന്യായമാണെന്ന് മാത്രമല്ല, എനിക്കൊരു സംശയമില്ല, ഇന്ത്യകൾ കൂടിയാണ്. നിങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് ആവശ്യം വന്നാൽ കോടതി പോയെങ്കിൽ ജയിക്കും. കാരണം നിങ്ങളുടെ അക്വയർഡ് റൈറ്റാണ് ഇങ്ങനെ ഒരു ഗ്രാന്റ് ചെയ്യും. ഇത് യൂണിവേഴ്സിറ്റി പോയിട്ട് സ്വന്തം ഫണ്ടിന്റെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെല്ലാവർക്കും വെച്ചതെന്ന് പറയുന്ന അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. എത്തിച്ചിട്ടില്ല, നമ്മൾ ആർക്കും ചർച്ച ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും യൂണിവേഴ്സിറ്റീസിന്റെ ഓരോ അനുഭവത്തിലും ഒരു വിധത്തിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി ഒന്നും മെച്ചപ്പെടുത്തില്ല. മാത്രമല്ല, ഈ സർക്കാരിന്റെ കഴിവില്ലായ വീണ്ടും ഒരു തെളിവാണ് അവർക്ക് ഓരോരു അത്യാവശ്യ മനുഷ്യന്മാരുടെ ജീവിതകാലത്തിൽ കൂടി അവർക്ക് പണം കിട്ടാൻ സാധിക്കും, പണം കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ കാലത്തിനെതിരെ ശക്തമായി നിങ്ങൾ കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ 57 വർഷമായിട്ട് സ്ഥാപിച്ച അവകാശങ്ങളാണ്. അതിനെ പൂർത്തിയാക്കാൻ പറ്റും. ഈ കാര്യത്തിൽ എനിക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടി പല വർഷത്തിൽ നിങ്ങൾ സംഘടന നേതാവായിട്ട് സന്ദർശിച്ച കാര്യമാണ്. ഇപ്പൊ അദ്ദേഹം ഇല്ല. പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ കാര്യത്തിൽ നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല, ശിശിരതായ ആവശ്യപ്പെട്ടാൽ ഞാനും മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ പേരിൽ ഒരു എഴുത്ത് എഴുതാൻ തയ്യാറാണ്. ഈ ഡിമാൻഡിനെ മുമ്പിൽ വെച്ചിട്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ കൂട്ടായ്മയിൽ നിങ്ങൾക്കൊരു കലാോത്സവം കൂടി ഉണ്ടാകുന്ന മനസ്സിലാക്കിയില്ലേ? അതെല്ലാം ഉണ്ടല്ലോ. എല്ലാത്തിനും എന്റെ 100% ആശംസകൾ പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും വലിയ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്തു. അഭിയാനം നന്ദി, നമസ്കാരം. അടുത്ത മാഡത്തിന് അടുത്ത മാഡം പോകണേ എല്ലാവരും. അത് ഞാൻ കൂടെ ഞാനിവിടെ വന്നോട്ടെ. യൂണിവേഴ്സിറ്റി ഇത് ശ്രീമതി എസ് ശരാവതിയാണ്. 1ാം സ്ഥാനം വിജയിക്കും. സർ കഴിഞ്ഞോ സർ? ദൈവം എന്തായാലും ഒന്നുമില്ല. ആ ദൈവം തന്നതിന്റെ ഒരു പങ്ക് മറ്റുള്ളവരായിട്ട് പങ്ക് അതേ കൊടുത്തിട്ടില്ലാത്ത കുറെ അധികം നമുക്ക് ചുറ്റി നോക്കിയാൽ കാണും. അപ്പൊ അതുപോലെ പങ്കുവെച്ച് പോകുമ്പോൾ ഇവിടെ ഉള്ളിലെ ഊർജ കൂടും. അതാണ് ഉമ്മൻചാണ്ടി. അതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളത് എനിക്ക് ഒരുപാട് യോഗമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോ നിങ്ങളെ ഒരു കൂട്ടായ്മയെ കൊണ്ടുവരുവാണ്. എനിക്ക് സന്തോഷപ്പെടും.
അതുകൊണ്ട് എല്ലാവർക്കും പുഷ്പമായ ആരോഗ്യം നിറഞ്ഞ സന്തോഷ സമാധാനം നിറഞ്ഞ ഒരു പുതുവത്സരം പക്ഷെ മുഴുവൻ ഉണ്ടാകട്ടെ. ക്രിസ്മസിന്റെ പങ്കുവെക്കലിന്റെ സന്ദേശം കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാ പുതിയതിനെ ആശംസ അറിയിച്ചുകൊണ്ട് ഈശ്വരൻ നമ്മളെ എല്ലാവരും അറിയിക്കും. बेहद हसी ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से डरते हैं तुम इकरार से माना तुम